ആരാണ് ശക്തൻ? ഈ ഒരു ചോദ്യത്തിന് നമ്മളെന്താ മറുപടി പറയാം? എല്ലാവരും പറയുക, സ്വന്തം എതിരാളിയെ അടിച്ചു വീഴ്ത്തുന്നവൻ, അല്ലേ? അവൻ്റെ മസിൽ പവർ ഉപയോഗിച്ചിട്ട്, അവൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് ശത്രുവിനെ പിടിച്ചടക്കുന്നവൻ, കീഴ്പ്പെടുത്തുന്നവൻ. ഇങ്ങനെയൊക്കെ നമ്മളുടെ മറുപടി വരിക. പക്ഷെ അങ്ങനെയാണോ? എങ്കിൽ യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഗുസ്തിയിൽ പന്തയത്തിൽ ശത്രുവിനെ അടിക്കുന്നവൻ, അടക്കുന്നവൻ അവനല്ല ശക്തൻ. മറിച്ച് ദേഷ്യം വരുമ്പോൾ കോപത്തിനെ അടക്കി പിടിക്കുന്നവൻ, അവൻ്റെ ദേഷ്യത്തിനെ പിടിച്ചടക്കുന്നവൻ, അവനാണ് ശക്തനെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. കാരണം ദേഷ്യം മനുഷ്യൻ്റെ തലക്കങ്ങ് പിടിച്ചാൽ പിന്നെ അവനക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. പല ആളുകളും വീട്ടിൽ ദേഷ്യം വരുമ്പോൾ കയ്യിലെന്താണോ കിട്ടുന്നത് അത് എടുത്തങ്ങ് ഉടച്ചെറിയും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലേ? അപ്പം പല ആളുകളും അവൻ്റെ കോപം പല നിലക്കുമാണ് പുറത്ത് പ്രകടിപ്പിക്കുക. പക്ഷേ ഈ സമയത്ത് നമ്മളെ കൊണ്ട് ക്ഷമിക്കാൻ കഴിയണം. അങ്ങനെ കഴിയുന്ന ആളുകൾ അവരാണ് ശക്തനെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞത്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അവ ദേഷ്യം പിടിക്കുന്നത് വലിയ നല്ലൊരു സ്വഭാവമല്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്താക്കണം? ദേഷ്യം പിടിക്കുകയും വേണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദേഷ്യം പിടിക്കേണ്ട സ്ഥലത്ത് ദേഷ്യം പിടിക്കാത്തവൻ അവൻ വിഡ്ഢിയാണെന്ന്. ചില സ്ഥലങ്ങളിൽ തിന്മ കണ്ട നമ്മളെ കൊണ്ട് എതിർക്കാൻ പറ്റുന്ന കോലത്തിലെല്ലാം എതിർക്കണം. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെ, ഗൗരവത്തോട് കൂടിയിട്ട് തന്നെ നിൽക്കേണ്ടി വരും. എല്ലാത്ത ചെറിയ ചെറിയ വിഷയങ്ങൾ, അല്ലേ? പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലൊക്കെ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്കും അതിനിങ്ങോട്ട് ചാടി പുറപ്പെടുന്ന, എന്തൊക്കെ അടിച്ച് പിന്നെ പൊട്ടിക്കുന്നൊരു സ്വഭാവം, ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ശക്തവാനാകണം. ശരീരത്തിൻ്റെ മസിൽ കൊണ്ടോ ബോഡി പവർ കൊണ്ടോ അല്ല, പിന്നെ നമ്മുടെ സ്വഭാവം കൊണ്ട് ക്ഷമിക്കുന്ന ക്ഷമയെ നമ്മളെ കൊണ്ട് അവലംബിക്കാൻ കഴിയണം. അങ്ങനെ ദേഷ്യത്തിനെ അടക്കുന്ന ഏറ്റവും ശക്തവാന്മാരായിട്ട് നമ്മളെ കൊണ്ട് മാറാൻ കഴിയണം. ഇൻഷാ അല്ലാഹ്.